അത് കഴിഞ്ഞിട്ട് മക്കൾ വലുതായി വരുമ്പോഴത്തേക്കും അവർക്കൊരു 18 years എല്ലാത്തിനും ഓരോ റൈറ്റ്സ് ഉണ്ടല്ലോ. അപ്പൊ അതൊക്കെ ആവുമ്പോഴത്തേക്കും അവരതുപോലെ നല്ല കെയറിങ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഈവൻ അങ്ങനെ. പിന്നെ അമ്മമാര് വന്നിട്ട് ഫ്രണ്ട് ആയിരിക്കും. എന്ന് വെച്ചാൽ മക്കൾക്ക് എന്തും തന്നോട് തുറന്നു പറയാം എന്നുള്ള ഒരു സ്വാതന്ത്ര്യം, ഒത്തിരി അല്ലെങ്കിലും കുറച്ച് സ്വാതന്ത്ര്യമെങ്കിലും അവർ കൊടുത്തിട്ടുണ്ടാവും. അപ്പം മക്കൾക്ക് തോന്നും അവർക്ക് അവരുടെ ഇടയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ, ഈവൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് അമ്മയോട് തുറന്നു പറയാം എന്നുള്ള ശീലമാണ് അമ്മമാരെ തുടങ്ങി വെക്കുന്നത്. കാരണം വെച്ചാൽ അവരെന്തെങ്കിലും ചോദിക്കും. ഇപ്പൊ സ്കൂളിൽ ആദ്യമായിട്ട് പോകുന്ന സമയം തൊട്ട് സ്കൂളിൽ നിന്ന് എന്ത് സംഭവിച്ചു, എന്തൊക്കെയായിരുന്നു എന്നൊക്കെ. അപ്പൊ മക്കൾക്കും വീട്ടിൽ പോയാലും അമ്മയോട് അത് ഷെയർ ചെയ്യാനായിട്ടുള്ള ഇത് തോന്നും. എന്നുവെച്ചാൽ അമ്മയോട് അത് പറയണം, സ്കൂളിൽ ഇതുപോലെ സംഭവിച്ചു, ഇതൊക്കെ കാര്യങ്ങളായിരുന്നു എന്നൊക്കെ ഉള്ളത്. അപ്പൊ ഒരു അറ്റാച്ച്മെന്റ് വരും അമ്മയും ഇതും തമ്മിൽ. അപ്പൊ നമ്മൾ അത്രത്തോളം കെയറിങ് ആയിട്ട് നമ്മൾ പറയാ. അപ്പൊ ഒരു ഫ്രണ്ട് എന്ന രീതിയിൽ അമ്മമാർ ആ സമയത്ത് നിൽക്കുമ്പോൾ മക്കൾക്കും അതെന്തും പറയാനായിട്ടുള്ള തോന്നും. അല്ലാതെ അത് രക്ഷകർത്താവായിട്ട് നമ്മൾ പറയുമ്പോഴത്തേക്കും അവർക്കതൊരു ബുദ്ധിമുട്ടായിരിക്കും. അയ്യോ, എങ്ങനെ ഏത് രീതിയിൽ എടുക്കുമെന്ന് അറിയത്തില്ല. അപ്പൊ ഫ്രണ്ട് ആണെങ്കിൽ അവർക്ക് കുറച്ചും കൂടി സ്വാതന്ത്ര്യത്തോടെ അവർക്കത് പറയാനായിട്ട് പറ്റും. അപ്പൊ അതാണ് ഈ ഒരു കാര്യം. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് വരുന്നത് അവര് വലുതായി വരുമ്പോൾ അവർക്ക് ജോലി കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും അമ്മമാര് തന്നെ അതിലുപരി സന്തോഷിക്കുന്നുണ്ടാവും. കാരണം തന്റെ മകനോ മകളോ പഠിച്ച് ഇത്രയും വലിയ സമ്പാദ്യം ചെയ്ത് ജോലി മേടിച്ച് വരുന്നുണ്ടെങ്കിൽ അവർക്ക് അത് ഒത്തിരി സന്തോഷമാവും. അത് കഴിഞ്ഞിട്ട് അവരുടെ മാരേജ് കഴിപ്പിച്ചു വിടുക, എന്തൊക്കെ